ഈ വാഴപ്പിണ്ടി ചീരയില കൂടെ തോരൻ വെക്കാനായിട്ട് വാഴപ്പിണ്ടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ നൂലൊക്കെ വലിച്ചു കളഞ്ഞിട്ട് വേവിക്കുന്നു. ഉപ്പും മഞ്ഞളിട്ട് വേവിക്കുന്നു. വാഴപ്പിണ്ടി അരിഞ്ഞ് പിഴിഞ്ഞ് ഇനി ഉള്ളി, മുളക്, കറിവേപ്പിലൊക്കെ വഴറ്റിയിട്ട് ചീര വെന്ത് കഴിയുമ്പോൾ വാഴപ്പിണ്ടിയും തേങ്ങ ചരണ്ടിയിട്ട് തോരനാക്കാം. മുളക് വെച്ച് കുറച്ച് വാടിയിട്ട് ഇതിലേക്ക് ചീര എടുത്തിട്ട് വേവിക്കുന്നു. ചീരയ്ക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾ ചേർത്ത് ഇല ഒന്ന് ഒതുങ്ങി ഇതിലേക്ക് പിണ്ടി വേവിച്ചതിടാം. വാഴപ്പിണ്ടി പിഴിഞ്ഞിട്ട് ഉപ്പും മഞ്ഞളും ചേർത്ത് പിഴിഞ്ഞ് ഈ രണ്ടും കൂടെ ഒന്ന് ബ്ലെൻഡ് ആകാൻ വെള്ളം പറ്റി വെന്ത് വരാനായിട്ട് കുറച്ച് നേരം മൂടി വയ്ക്കുന്നു. പിണ്ടി വേവിച്ചപ്പോഴത്തെ വെള്ളവും ഇലയുടെ വെള്ളമാണ് കൂടി കുറച്ച് നല്ല വെള്ളമുണ്ട്. ഒന്ന് പറ്റിയിട്ട് തേങ്ങ എല്ലാം അരയ്ക്കുക. പിണ്ടി ചെയ്ത് തോരൻ റെഡിയാകും. ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് വേവിക്കുന്നു. തേങ്ങയിട്ട് ഇറക്കി കുറച്ചുകൂടെ വെള്ളം വെച്ചാൽ ഇട്ട് കഴിഞ്ഞ് തീയെടുക്കാം. വെള്ളം തോരൻ അടുത്തായിട്ട് കുറച്ച് ഉപ്മാവ് ഉണ്ടാക്കാൻ ഇഞ്ചി, മുളക്, സവോള, കറിവേപ്പില ഇതൊക്കെ അരിഞ്ഞ് വെച്ചു. ഈ കഷ്ണങ്ങളെല്ലാം ചേർത്ത് സാമ്പാറാക്കുന്നു. പരിപ്പ് വെള്ളത്തിൽ കുറച്ച് നേരമായിട്ട് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വാഴയ്ക്ക, കിഴങ്ങ്, വെള്ളയ്ക്ക, തക്കാളി ഇതൊക്കെയുള്ള ഐറ്റംസ് സാമ്പാറാക്കാം. പരിപ്പ്, പച്ചക്കറികൾ, വാഴയ്ക്ക, വെണ്ടയ്ക്ക, മാങ്ങ ലാസ്റ്റ് ഇടാം. വെന്ത് കഴിഞ്ഞിട്ട് അടുപ്പ് ചേർക്കുന്നതോടെ ഇടാം. ബാക്കിയെല്ലാം കുക്കറിലിപ്പം വേവിക്കുന്നു. ഉപ്മാവിനുള്ള ഈ സാമ്പാറിന് സാമ്പാറിൻ്റെ ആവശ്യങ്ങൾ കുക്കർ വെച്ച് കഴിക്കാൻ ഉപ്പുവാനുള്ള ഉപ്പും മഞ്ഞൾ ചേർത്ത് ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നു. 1.5 ഗ്ലാസ് റവകൊണ്ട് ഉപ്മാവ് പത്ത് വെള്ളം ഇത് കളിക്കുമ്പോൾ തേങ്ങ കമ്പി വറുത്തിരുന്ന് കറിയിടുന്നു ചേർത്ത് ചെയ്യും. കുക്കറിൻ്റെ തീ എടുക്കുന്നു. ചൂടായിട്ട് ബാക്കി ഭക്ഷണങ്ങൾ വറുത്താക്കിയിട്ട് വേണം. അപ്പം ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് വെള്ളം തിളപ്പിച്ചതിലേക്ക് തേങ്ങ ഇട്ട് ഇങ്ങനെ തിളച്ച് കഴിയുമ്പോൾ റവ ഇടാം. വെള്ളം തിളച്ച് ഉപ്പുമാവ് റവ ഇടുന്നു. റവ വെന്ത് വെള്ളം പറ്റുന്നു.
ഉള്ളി വെളുത്തിരിക്കാനായിട്ട് അരപ്പ്, സവോള, മുളക്, കറിവേപ്പില, ഗരം മസാല, കുറച്ചിട്ട് തിളപ്പിച്ച് വെള്ളം ഒഴിച്ചു. ഇതിലേക്ക് കുറച്ച് തേങ്ങ കണ്ടിട്ട് തേങ്ങ കണ്ടിട്ട് വെച്ചാൽ മൂടി വെച്ച് കപ്പ പൊടിഞ്ഞ് വരണം. മസാല കപ്പഴുക്ക് റെഡി. കറിയില്ലാതെ കഴിക്കാം, അച്ചാർ കൂട്ടി കഴിക്കാം, കറിയുടെ കൂടെ കഴിക്കാം. സാമ്പാറിൻ്റെ കുക്കറിൻ്റെ ചൂടാണ്. തുറന്നിട്ട് വെണ്ടയ്ക്കയും വാങ്ങി മഞ്ഞൾ പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിക്കണം. ഉപ്പ് മേലെ ചേർത്തു. ഇനി വെണ്ടയ്ക്കയും വാങ്ങി സാമ്പാർ പൊടിയും ചേർത്തിട്ട് വേവിക്കുന്നു. ഉപ്പ്, മഞ്ഞൾ, സാമ്പാർ പൊടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് മൂടി വെച്ച് വേവിക്കുന്നു. കഷ്ണങ്ങളെല്ലാം വേകാനായിട്ട്. കുറച്ച് റെഡ് ചില്ലി പൗഡർ ചേർത്ത് സാമ്പാർ പൊടി ചേർത്ത് ഇനി കുക്കറൊന്ന് മൂടി വെച്ച് വേവിക്കുന്നു. സാമ്പാർ തിളച്ചു. ഇതിലേക്ക് ഉള്ളി, കറിവേപ്പിലൊക്കെ വറുത്തിടുന്നു. സാമ്പാർ പെസകയാണ്. ഇണ്ടയപ്പം ഉണ്ടാക്കാനായിട്ട് 1 ഗ്ലാസ് ഉഴുന്ന് വെള്ളത്തിലിട്ടു. 3-4 മണിക്കൂറായിട്ട് ഉള്ളി, വെളുത്തുള്ളി, ജീരകം, ഇത് പിന്നെ തേങ്ങ ചരണ്ടിയത്, ഒരു തേങ്ങ ചരണ്ടിയെടുത്തിട്ട് ഇതെല്ലാം അരച്ചെടുത്തിട്ട് ഉപ്പ്, അരിപ്പൊടി ചേർത്ത് ഇളക്കി ഇലയിൽ വെച്ച് ആവിയേറ്റി പുഴുങ്ങുന്നു. ഇണ്ടയപ്പം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുന്നു. ഇണ്ടയപ്പത്തിനുള്ള അരിപ്പൊടി എടുത്തു. ആവശ്യത്തിന് ഉപ്പിടുന്നു. കുറച്ച് ചൂടുവെള്ളത്തിൽ ഇത് കുഴയ്ക്കും. ഉള്ളി, ജീരകമൊക്കെ സീലടിച്ചെടുക്കുന്നവർക്ക് തേങ്ങ അരയ്ക്കുന്നു. ജീരകം, വെളുത്തുള്ളി, തേങ്ങ അരച്ച് അരിപ്പൊടിയിൽ ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് ഇതിലേക്ക് ഇടുന്നു. തേങ്ങ അരച്ചിട്ട് ഉഴുന്ന് അരച്ചത് ചേർത്ത് ഇനി എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുന്നു. വെള്ളം കുറവുണ്ട്, കുറച്ച് ഇത് കഴുകി ഒഴിക്കും. ഇനി ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുന്നു. കുരുത്തോല, വെഞ്ചിച്ച കുരുത്തോല കുരിശോല വെച്ച് കുരിശിട്ട് ഇണ്ടയപ്പത്തിൻ്റെ കൂടെ മുട്ടി കഴിക്കാൻ പാലുണ്ടാക്കാൻ ശർക്കര ഉരുക്കി അരിച്ചെടുക്കുന്നു. തേങ്ങ ഒരു മുറി ചിരണ്ടി അരച്ച് പിഴിഞ്ഞെടുക്കുന്നു. ഏലക്ക, ജീരകം ഇത് പൊടിച്ച് ചതച്ചെടുക്കുന്നു. തേങ്ങ അരച്ചെടുത്ത് അരിച്ച് പിഴിഞ്ഞെടുക്കും. ഏലക്ക, ജീരകം ചതച്ചെടുക്കുന്നു. തേങ്ങ 1/4 പാല്, ശർക്കര ഉരുക്കിയത് 2/2 പാല്. 2/2 പാല് ഒഴിച്ചിട്ട്
തിളച്ച് കഴിയുമ്പോൾ ഏലക്ക ഇട്ടിട്ട് ശർക്കര ഒഴിച്ചിട്ട് അവസാനം ഒന്നാം പാൽ ഒഴിച്ച് പതപ്പിച്ചെടുക്കും. ഒന്നാം പാൽ തിളച്ച് ഇതിലേക്ക് ഏലക്കയും ജീരകവും പൊടിച്ചിടുന്നു. ന്റെയും കപ്പലിൻ്റെയും ഗ്രൗണ്ട്നട്ട് ആൻഡ് കാഷ്യൂനട്ട്സ് പൊടിച്ച് ഇത് തിളച്ച് കഴിയുമ്പോൾ ചേർക്കും. ഒരു തിക്നെസ് കിട്ടാൻ ഗ്രൗണ്ട്നട്ടും കാഷ്യൂനട്ടും പൊടിച്ചെടുക്കും. പാല് തിളയ്ക്കാൻ എടുത്തിട്ട് ഒന്നാം പാല് ജീരകം ഏലക്കയൊക്കെ ഇട്ട് എടുത്തിട്ട് ഇതിലേക്ക് നട്ട്സ് പൊടിച്ചിടണം. ഇളക്കി തിളപ്പിക്കണം. തിളയ്ക്കാറാകുമ്പോഴത്തേക്കും ശർക്കര ഒഴിക്കും. ശർക്കര ഒഴിച്ചു ഇഞ്ചിച്ച് കിട്ടൂല ഒരു ശകലം ഒന്നാം പാൽ ഒഴിക്കുകയാണെങ്കിൽ പതപ്പിച്ച് തിളയ്ക്കാറാകുമ്പോൾ തീർക്കും. പഴം മുറിച്ചിട്ടിട്ട് തീർക്കാം. പറയാൻ തുടങ്ങി. പഴം കൊണ്ടിട്ട് തിളപ്പിക്കണം. തിളച്ചാൽ പാല് തെറ്റി പോകും. വിശുദ്ധ ലൂക്കായുടെ വിശേഷം. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു. അവനോടൊപ്പം അപ്പസ്തോലന്മാരും. അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാവുന്നതുവരെ ഞാൻ ഇനി ഭക്ഷിക്കുകയില്ല. അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തതിനു ശേഷം പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. പിന്നെ അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. എന്നാൽ ഇതാ, എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അടുത്ത് മേശമേൽ തന്നെയുണ്ട്. നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു. എന്നാൽ അവനെ ആരെ എടുക്കുന്നുവോ ആ മനുഷ്യന് ദുരിതം. തങ്ങളിൽ ആരാണ് ഇത് ചെയ്യാനിരിക്കുന്നതെന്ന് അവർ പരസ്പരം ചോദിച്ചു തുടങ്ങി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.